ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈറ്റ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മളിന്ന് നിഫ്റ്റിയുടെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ മാക്സിമം പറ്റുന്ന അത്രയും ദിവസങ്ങൾ ഒരു വീക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം ഓരോ ദിവസം കണ്ടിന്യൂഷൻ പോലെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആകുമ്പം പലർക്കും ലെവൽസ് ട്രാക്ക് ചെയ്യാനും ഇപ്പോൾ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിലും സെല്ലേഴ്സ് ആണെങ്കിലും അതല്ല ഇനിയിപ്പം ഇക്വിറ്റി സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആവുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെയാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസും ശേഷം നിഫ്റ്റിയിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു നല്ലൊരു സ്ട്രൈക്കിൻ്റെ ഓപ്ഷൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് അനാലിസിസുകളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോള് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത 2 ദിവസം കൊണ്ട് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്ന പേര്. കാരണം ഇവിടെ 7 മില്യൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓർഡേഴ്സ് കിടക്കുന്നുണ്ട്. അത് ഇതുവരെ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. സോ അവിടെ പോയിട്ട് അത് ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ അത് ഇപ്പോഴും ആ പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് എന്നുള്ള ദിവസം ഒരു എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലെ വീക്ക്ലി എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഭയങ്കര സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഒരു ഒരു നേരെ ഒരു ഉണ്ടല്ലേ ഒരു വര വരച്ച പോലെ ഒരു ചാനലിലാണ് വളരെ വളരെ കുറച്ച് മൂവ്മെൻറ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ ഇന്ന് നിഫ്റ്റി. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയതായിട്ടുള്ളൊരു മൂവ്മെൻറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബയേഴ്സിന് വലിയ രീതിയിലൊരു അഡ്വാൻറ്റേജ് ഇൻട്രാഡേ സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിപ്പോൾ ഒരു ന്യൂട്രൽ സോണാണിത്. ഒരു എന്താ പറയുക ഇൻഡിസിഷൻ സോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക പ്രൈസ് ആക്ഷൻ നമുക്ക് ഇനി കൺഫർമേഷൻ കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിനി നിഫ്റ്റി മേലേക്കാണോ താഴേക്കാണോ പോവുക എന്നുള്ളത് മനസ്സിലാവുക. പക്ഷേ നാളെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം വളരെയധികം കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഇവിടെ ഒരു റെഡ് ഏരിയ ഉണ്ട് 23,617. അത് ബ്രേക്ക് ചെയ്തിട്ട് മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ ഒരു 24,000ൻ്റെ മേലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. ഇനി അതല്ല ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് ബയേഴ്സ് ഉണ്ട്. കണ്ടില്ലേ 7 മില്യണോളം ഓപ്ഷൻ ബയേഴ്സ് പോലത്തെ ബൈയിങ് പ്രഷർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് 23,575. സോ ആ ഒരു ഏരിയ അതിലുള്ള ബയേഴ്സ് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമുക്ക് അൺവൈൻഡിങ് എന്നാണ് പറയുക. സോ അത് ലോങ് അൺവൈൻഡിങ്. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു ഏരിയയിലുള്ള സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ 23,276 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് കൂടെ ഹണ്ട് ചെയ്തിട്ടാണ് പിന്നീട് എന്തെങ്കിലും അപ്സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ തന്നെ സാധ്യത ഉണ്ടാവുക. സോ ഇതൊരു ക്രൂഷ്യൽ ഏരിയയാണ്. ഈ പറയുന്ന ബോക്സ് നാളെ എങ്ങോട്ടാണോ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നത്, അതായത് ആ ബോക്സിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 23,576 ടു 23,619. സോ ഇതിൽ നിന്ന് ഒരു എസ്കേപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റിൽ നമുക്കറിയാം ബുൾ ആൻഡ് ബിയർ ഫൈറ്റാണ് അൾട്ടിമേറ്റ്ലി മാർക്കറ്റിൽ സംഭവിക്കുന്നത്. സോ ഈ ഒരു ഫൈറ്റിൽ ആരാണോ വിൻ ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പിന്നെ മൂവ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി ഉണ്ടല്ലേ ഇവിടെ ഒരു ബയേഴ്സ് ലിക്വിഡിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റി ടച്ച് ചെയ്ത ഉടനെ തന്നെ നല്ലൊരു റിജക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനർത്ഥം നല്ല രീതിയിൽ ബിയേഴ്സ് നല്ല സ്ട്രോങ് തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് എന്താ പറയുക അവഗണിക്കാൻ പറ്റാത്തൊരു വസ്തുത തന്നെയാണ്. സോ അവിടെയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഇനി മേലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക. അല്ലെങ്കിൽ ദർ ഈസ് ഓൾ പോസിബിലിറ്റി ടു കം ആൻഡ് ടെസ്റ്റ് ദിസ് ലിക്വിഡിറ്റി സോൺ ആൻഡ് സ്വീപ് ദ ലിക്വിഡിറ്റി ദെയർ. ഓക്കെ, സോ അതാണ് ഞാൻ ഇപ്പോഴും ഉള്ള എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിലൊരു ഓപ്ഷൻ ബയേഴ്സിന് ഒരു ചെറിയൊരു സമയത്തേക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം 200 പോയിന്റ് നല്ല രീതിയിലൊരു അപ്സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാൻ പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിക്വിഡിറ്റിയാണ് എപ്പോഴും നമ്മളുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രണ്ട് ഓഫ് അനാലിസിസ് ഓർ ഫ്രണ്ട് ഓഫ് ചാർട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ലെവൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന സമയത്ത് ഡെയിലി ക്യാൻഡിലിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ട് 138 മില്യൺ എന്ന് പറഞ്ഞിട്ട്. സോ എക്സാക്ട്ലി അവിടെ ആ ഒരു വര ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട് റെഡ് മാർക്കിൽ. അപ്പോൾ അവിടെ ടച്ച് ചെയ്ത സമയത്താണ് എക്സാക്ട്ലി ആ ഒരു റിജക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് കണ്ടല്ലേ. അപ്പോൾ ഡെയിലി ലിക്വിഡിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു നല്ല റിജക്ഷൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല വളരെ റൈറ്റ്ലി ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഓപ്ഷൻ ചാർട്ടിൽ. അപ്പം മിക്കപ്പോഴും ഓപ്ഷൻ ചാർട്ട് നിഫ്റ്റി ചാർട്ടിനേക്കാൾ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ചാർട്ടും ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ചാർട്ടും അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെ ഒക്കെ ചാർട്ട് മാറി മാറി നമ്മൾ അനലൈസ് ചെയ്യുന്നത്.
സോ ഈ ഒരു കേസിൽ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്നലത്തെ അനാലിസിസിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ചാർട്ടിലുള്ള ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ളത്. 5.26 മില്യൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി കറക്റ്റായിട്ട് ഇന്നലെ സ്വീപ്പ് ചെയ്തിട്ട് ആണ് ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുള്ളത് മാർക്കറ്റ്. സോ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് അവിടുന്ന് ഉണ്ടായിട്ടുള്ള ഒരു ബൗൺസ് ആണ് നമുക്ക് ഇന്ന് രാവിലെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു 41 അല്ലെങ്കിൽ 42 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് നിഫ്റ്റി കോൾ ഓപ്ഷൻ ബൈന് അല്ലെങ്കിൽ കോൾ ഓപ്ഷൻസിന് നല്ലൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. സോ എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ എത്തിയ സമയത്താണ് ഏകദേശം 270% ഒരു ബൗൺസ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. സോ ഇത് ലിക്വിഡിറ്റി ഏരിയകൾ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണെന്ന് പറയാനുള്ള റീസൺ അതാണ്. ഇപ്പം മുന്നേ ആണെങ്കിലും ഈ ഒരു ഏരിയയിൽ വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലിക്വിഡിറ്റിയിൽ എത്തിയ സമയത്ത് നല്ല രീതിയിലൊരു ബൗൺസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ബൗൺസ് ഒരു 26% മൂവ്മെൻ്റ് ആണ് 2 അവേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ നോക്കാം. ഇവിടുത്തെ ലിക്വിഡിറ്റിയിലേക്ക് വന്ന സമയത്തും ഏകദേശം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 37% മൂവ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെയാണ് ഇവിടുത്തെ ലിക്വിഡിറ്റിയും. കാരണം ഇവിടെ ഒന്നുകൂടി പവർ ഉണ്ടാകാൻ കാരണം ഇവിടെ 6.22 മില്യൺ ആണ്, ഇവിടെ 15 പോയിന്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും നോക്കുമ്പോഴും ഇവിടെ 3 ആണ്, ഇവിടെ 2.1 മില്യൺ ആണ്, ഇവിടെ 15 മില്യൺ ആണ്. സോ ഏറ്റവും നല്ല പവർഫുൾ ലിക്വിഡിറ്റി ഉള്ളത് 46 മില്യൺ കിടക്കുന്നത് ഇവിടെ ആയതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈയിങ് അല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിന് വളരെയധികം വലിയൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ 42 എന്ന് പറയുന്ന പ്രൈസ് എന്ന്. സോ ആ പ്രൈസിൽ നിന്ന് അത്യാവശ്യം 250% ഒരു ബൗൺസ് ഇന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ലിക്വിഡിറ്റി ലെൻസ് ഉള്ള ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇതേപോലെ നമ്മളുടെ അടുത്ത് ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. സോ ഇപ്പോഴും ഇവിടെ ഒരു ബൈ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സോ നമുക്കറിയാം ഇത് കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ നാളെ ആവണം, അല്ലെങ്കിൽ ഇനി താഴത്തേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് നിഫ്റ്റിയിലുള്ള ഈ ഒരു ബ്രേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കണം. സോ അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. സോ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിലേക്കുള്ള ഒരു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നാളെയോടുകൂടി ഏകദേശം വ്യക്തമാകാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് താഴെ പോവുകയാണെങ്കിൽ, അതായത് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്തിട്ട് താഴെ പോവുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഓപ്ഷൻ ചാർട്ടിൽ നമ്മൾ കണ്ടു, ഈ ഓപ്പൺ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മേലെ പോകാൻ നോക്കുന്നത്. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇതേപോലെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഓൾ പോസിബിലിറ്റി ടു കം ആൻഡ് ടെസ്റ്റ് ദിസ് ഏരിയ ഇഫ് ദിസ് ബോക്സ് ഈസ് ബ്രേക്കിംഗ്. ഓക്കെ, ഇനി അതല്ല മേലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനൊന്നും മാർക്കറ്റ് നിൽക്കില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 24 to 24,500 വരെ അടുത്ത വീക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ടുമോറോ ഈസ് എ ക്രൂഷ്യൽ ഡേ ഫോർ നിഫ്റ്റി. ഇത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രേഡ് എടുക്കണം എന്ന് വിചാരിക്കേണ്ടത്. സോ ലിക്വിഡിറ്റി ലെൻസുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അല്ലാത്തവർക്ക് ഈ ഒരു ബോക്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. സോ ഞാനിങ്ങനെ ഡെയിലി വീഡിയോ ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ അനാലിസിസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ പേർക്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. സോ റെഗുലർലി വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി ആവും. സോ ഹെൽപ്പ് യു. സി യു. ബൈ ബൈ.